ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ. ലോക്സഭയിൽ പാസാക്കിയ വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയിൽ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ബില്ല് ലോക്സഭയിലും അവതരിപ്പിച്ചത്. ബില്ലിൽ നീണ്ട ചർച്ച നടന്നുവെന്നും സംയുക്ത പാർലമെന്ററി കമ്മിറ്റി രൂപീകരിച്ച് എല്ലാവരെയും കേട്ടുവെന്നും അദ്ദേഹം ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. രാജ്യസഭയിലും ബില്ലിന്മേൽ വിശദമായ ചർച്ചകൾ നടക്കും. നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് നടൻ ദിലീപ് എന്ന് ആവർത്തിച്ച് പൾസർ സുനി. റിപ്പോർട്ടർ ടിവിയുടെ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് സുനിയുടെ വെളിപ്പെടുത്തലുണ്ടായത്. 1.5 കോടി രൂപയുടെ കൊട്ടേഷനാണ് ദിലീപ് തനിക്ക് നൽകിയത് എന്നും 70 ലക്ഷം രൂപ ഇതിനോടകം ലഭിച്ചുവെന്നും പൾസർ സുനി. പലപ്പോഴും സഹായങ്ങൾ കൈപ്പറ്റി 80 ലക്ഷം രൂപ കൂടി ഇനി കിട്ടാനുണ്ട്. കുടുംബജീവിതം തകർത്തതിലുള്ള വൈരാഗ്യമായിരുന്നു ദിലീപിന്. ദിലീപുമായി ചേർന്ന് ഒരു സിനിമ ചെയ്യാനാണ് തന്റെ ആഗ്രഹമെന്നും പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ. സംസ്ഥാനത്ത് മധ്യവേനൽ അവധിക്കാലത്ത് ക്ലാസുകൾ നടത്തുന്നത് വിലക്കിയുള്ള ഉത്തരവുകൾ കർശനമായി നടപ്പിലാക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ. ഉത്തരവ് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കൃത്യമായി പരിശോധിക്കണമെന്നും ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവ്. CBSE, ICSE സ്കൂളുകൾ ഹൈക്കോടതി വിധി നടപ്പിലാക്കുന്നുവെന്ന് ബന്ധപ്പെട്ട റീജിയണൽ ഓഫീസർമാരും ചെയർമാനും ഉറപ്പാക്കണം. ഉത്തരവ് നടപ്പാക്കുന്നുണ്ടോ എന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കൃത്യമായി പരിശോധിക്കണമെന്നും ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവ്. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിയുടെ സുഹൃത്തായിരുന്ന സുകാന്ത് സുരേഷ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. കൊച്ചിയിൽ IB ഉദ്യോഗസ്ഥനാണ് സുകാന്ത്. പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയി. മരിച്ച IB ഉദ്യോഗസ്ഥയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നതായി സുകാന്ത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. യുവതിയുടെ മാതാപിതാക്കൾ തനിക്കെതിരെ പരാതി നൽകിയതായി അറിഞ്ഞു. യുവതിയുടെ മരണത്തോടെ താൻ മാനസികമായി തകർന്നിരിക്കുകയാണ് എന്നും സുകാന്ത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ. കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞതിന് പിന്നണി ഗായകൻ MG ശ്രീകുമാറിനെതിരെ പിഴ ചുമത്തി. കൊച്ചി കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞതിനാണ് മുളവുകാട് പഞ്ചായത്ത് അധികൃതർ ഗായകന് 25,000 രൂപയുടെ പിഴ നോട്ടീസ് അയച്ചത്. നോട്ടീസ് ലഭിച്ചതോടെ കഴിഞ്ഞ ദിവസം MG ശ്രീകുമാർ പിഴയൊടുക്കി. MG ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്നും കായലിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു. താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷ വിധി പറയാനായി ഈ മാസം 8 മാറ്റി. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. കുറ്റകൃത്യം ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്ത രീതി പരിഗണിച്ച് ഇവർക്ക് ജാമ്യം നൽകരുത് എന്നും രക്ഷിതാക്കൾക്ക് സംഭവത്തിൽ പങ്കുണ്ട് എന്നും കുടുംബം. നിർഭയ കേസിലെ സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടി കുറ്റാരോപിതർക്ക് പ്രായപൂർത്തിയായില്ലെന്ന പരിഗണന നൽകരുത് എന്ന് ഷഹബാസിന്റെ കുടുംബത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചാലക്കുടിയെ വിറപ്പിക്കുന്ന പുലിയെ മയക്കുവെടി വെക്കാൻ തീരുമാനം. ജില്ലാ കളക്ടർ അടിയന്തരമായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. ഇതുവരെ 69 ക്യാമറകൾ സ്ഥാപിച്ചു. നിരീക്ഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 100 ക്യാമറകൾ കൂടി സ്ഥാപിക്കും. മയക്കുവെടി വെക്കാനുള്ള വിദഗ്ധ ഡോക്ടർമാർ സജ്ജം. ദൗത്യത്തിനായി 3 ഡോക്ടർമാരാണ് സജ്ജമായിട്ടുള്ളത്. തിരച്ചിലിനായി പ്രത്യേക സംഘത്തെ വിപുലീകരിക്കും. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രൈസ്തവ വിശ്വാസി സംഘത്തിന് നേരെയുണ്ടായ VHP പ്രവർത്തകരുടെ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തം. മലയാളികളായ വൈദികരെ പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർക്ക് മുന്നിലിട്ട് മർദ്ദിച്ചുവെന്ന ആരോപണം. ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്ന് മർദ്ദനമേറ്റ മലയാളികളായ ഫാദർ ഡേവിസ് ജോർജും ഫാദർ ജോർജും. സംഭവത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് സീറോ മലബാർ സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര. അമേരിക്ക അധിക തീരുവ പ്രഖ്യാപിച്ചു. ഇനി ഏത് രാജ്യം അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്താലും 10% അടിസ്ഥാന തീരുവ അടയ്ക്കണം. ഇത് ഏപ്രിൽ 5-ന് പ്രാബല്യത്തിൽ വരും. ഇന്ത്യക്ക് 26%, ചൈനയ്ക്ക് 34% താരിഫാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ താരിഫുകൾ വളരെ കഠിനമെന്ന് ട്രംപ്. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 4ാം മത്സരത്തിന്. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് എതിരാളികൾ. കഴിഞ്ഞ സീസണിലെ ഫൈനലിസ്റ്റുകൾ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുക. കഴിഞ്ഞ സീസണിൽ ഇതേ വേദിയിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ 200-ലധികം സ്കോറുകൾ പിറന്നിരുന്നു. KKRന്റെ തട്ടകമായ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസ് ആണ് മത്സരവേദി.